ഹായ് ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ കഴിഞ്ഞ വർഷം നടത്തിയ മണാലി യാത്രേൻ്റെ വീഡിയോ ആണ് ഇന്നത്തേത്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ ക്ലോസ് ഫാമിലി ഫ്രണ്ടായ ചേച്ചിയും വികാസ് സാറും വേദുവും കൂടി ഈ യാത്രയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പൂനെയിൽ നിന്ന് മണാലി പോകാനായിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നതാണ്. ഞങ്ങളുടെ അടുത്ത് വന്ന് ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് ഞങ്ങൾ മണാലിയിലേക്ക് പോകുന്നത്. ഞങ്ങൾ താമസിക്കുന്ന അംബാല ക്യാൻഡിൽ നിന്ന് 314 കിലോമീറ്ററാണ് മണാലിയിലേക്കുള്ളത്. അപ്പോൾ ഞങ്ങൾ കാറിലാണ് പോകുന്നത്. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ഞങ്ങൾ ഈ യാത്ര നടത്തിയത്. അപ്പോൾ ഇതിപ്പോൾ രാവിലെ ഏതാണ്ട് 8:30 സമയം. ഞങ്ങൾ ഒരു 7 മണിക്ക് ആയപ്പോഴത്തേക്കും 7:30 ആയപ്പോഴത്തേക്കും ഇറങ്ങി. ഇപ്പോൾ നല്ല ഫോഗായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ ചണ്ഡീഗഡൊക്കെ കഴിഞ്ഞിട്ട് ചണ്ഡീഗഡ് മണാലി ഹൈവേയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുവാണേ. ആലിപ്പഴവും നല്ലത്, അത് ആരോ ഗ്രേപ്സ് ഇങ്ങനെ ഇത് കൊള്ളാലോ, നല്ല രസമുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വഴിയിൽ ഒരു ധാബയിൽ നിർത്തിയതാണ്. നല്ല ഭംഗിയിൽ പൂക്കളൊക്കെ ഉള്ള ഒരു ധാബയായിരുന്നു. ഏത് പാലമാണോ? ഒരു പാലം. ഇത് കണ്ടോ, ഇവിടെ ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ മാർഗ്ഗങ്ങൾ പല വിധത്തിലുള്ളതാണ്. ഇതിപ്പോൾ ഒരു ട്രാക്ടറിനെ മോഡിഫൈ ചെയ്തിട്ട് അതിനകത്താണ് സഞ്ചരിക്കാനുള്ള പ്രൊവിഷൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഏകദേശം എല്ലാ പാലങ്ങളും ഈ ഒരു മോഡലിലാണ്. ഇപ്പോൾ ആർമിക്കാർ ടെമ്പററി ആയിട്ട് ഉണ്ടാക്കുന്ന ബെയിലി ബ്രിഡ്ജില്ലേ, ഏതാണ്ട് അതിൻ്റെ മോഡലിലാണ് എല്ലാ പാലങ്ങളും ഓൾമോസ്റ്റ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ വരുന്ന വഴിയിൽ കാണുന്ന 3ാമത്തെ പാലമാണ്. നോർത്ത് ഇന്ത്യയിൽ നമ്മൾ കണ്ടെടുത്തോളം ഏതാണ്ട് പാലങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടതാണ് നല്ല ഭംഗിയുള്ള ഒരു കൺസ്ട്രക്ഷൻ. പൂർണ്ണ രാജ്യത സ്വർണ്ണ ജയന്തി വർഷം എന്ന് പറഞ്ഞിട്ട് നല്ല ഭംഗിയുള്ള കൺസ്ട്രക്ഷനായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ ഹിമാചൽ പ്രദേശിൻ്റെ ബോർഡറിലെത്തിയിരിക്കുകയാണ്. ഹിമാചൽ പ്രദേശിലേക്കുള്ള ഫസ്റ്റ് ടണലാണിത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എഴുതി വെച്ചിരിക്കുന്നതാണ് ദേവഭൂമി ഹിമാചൽ പ്രദേശ് പർ ആപ്കാ ഹാർദിക് സ്വാഗത് ഹേ എന്ന് പറഞ്ഞിട്ട്. ഒരു വലിയ ടണലാണ്. വഴി മുഴുവൻ ഇങ്ങനെ ധാരാളം ടണലുകളുണ്ട് മണാലിയിലേക്കുള്ള യാത്ര സുഗമമാക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലെ ആദ്യത്തെ ടണലിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ടണലിൻ്റെ വെളിയിലെത്തിയിട്ടുണ്ട്. ആ ടണലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്കും കാഴ്ചകൾ മുഴുവൻ മാറുകയാണ്. പിന്നെ മുഴുവൻ നമ്മൾ കാണുന്നത് നല്ല ഭംഗിയുള്ള മലകളും കുന്നുകളും പർവ്വതങ്ങളൊക്കെയാണ്. അങ്ങനെ ഞങ്ങളത് 2ാമത്തെ ടണലിനുള്ളിലോട്ട് പ്രവേശിക്കാൻ പോവുകയാണ്, ഹിമാചലിലേക്കുള്ള. 11 ടണലാണെന്ന് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2ാമത്തെ ടണലിൽ നിന്നും പുറത്തിറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് സത്ലജ് റിവറിൻ്റെ മുകളിൽ കൂടെ നിർമ്മിച്ചിരിക്കുന്ന പാലത്തിൽ കൂടെയാണ്. അതിപ്പോൾ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് സത്ലജ് റിവറിൻ്റെ മുകളിൽ കൂടെയാണ്. ഇതിപ്പോൾ ഞങ്ങൾ സത്ലജ് റിവറിൻ്റെ സൈഡിൽ ഒരു വ്യൂ പോയിൻറ്റിൽ വണ്ടി നിർത്തിയിട്ടുള്ള കാഴ്ചകളാണ്. നല്ല ബ്രെത്ത് ടേക്കിംഗ് ആയ അത്രയും ഭംഗിയുള്ള കാഴ്ചയാണ് ഞങ്ങൾക്ക് സത്ലജ് റിവർ സമ്മാനിച്ചത് രാവിലെ. 5 നദികളുടെ നാടായ പഞ്ചാബിൽ കൂടി ഒഴുകുന്ന 5 നദികളിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് സത്ലജ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡാമുകളിലൊന്നായ ബക്ര ഡാം നിർമ്മിച്ചിരിക്കുന്നത് സത്ലജ് നദിക്ക് കുറുകെയാണ്. അത് കാണാൻ വേണ്ടി നമുക്ക് വേറൊരു ദിവസം പോകാമേ. ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ച് പാകിസ്ഥാനിലാണ് സത്ലജ് നദി അവസാനിക്കുന്നത്. കുറച്ച് സമയം അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച ശേഷം ഞങ്ങൾ പിന്നെയും ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഇവിടെ കുറച്ചും കൂടി മുമ്പോട്ട് വന്നു കഴിയുമ്പോൾ ഈ സത്ലജ് റിവറിൽ നമുക്ക് ബോട്ടിങ്ങിനൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അതും അവൈൽ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ട്. ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ടണൽ നമ്പർ 3 അങ്ങനെ 3ാമത്തെ ടണലും കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തുടരുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ജംഗ്ഷനിലെത്തുവാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റാണ് മണാലിയിലേക്ക്, റൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഷിംലയിലെത്താം. ഞങ്ങൾ സത്ലജ് റിവർ കഴിഞ്ഞിട്ട് ബിയാസ് റിവറിൻ്റെ മുകളിൽ കൂടെയുള്ള പാലത്തിന് മുകളിൽ കൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയും നേരത്തെ മാതിരി വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. അവിടെ നിർത്തി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതാണിപ്പോൾ കണ്ടത്. സത്ലജ് റിവർ പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ളതാണ് ബിയാസ് റിവർ. നമ്മൾ പണ്ട് നേരത്തെ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചത് ബിയാസ് സത്ലജ് റിവേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? അപ്പോൾ അതൊക്കെ നേരിട്ട് കാണുമ്പോൾ ഒരു സന്തോഷം.
ഇത് കണ്ടില്ലേ, ഹിമാചലിലെ വീടുകളൊക്കെ ഇതേപോലെ നല്ല ഭംഗിയുള്ള വീടുകളാണ്, നല്ല കൺസ്ട്രക്ഷൻ, നല്ല പെയിൻറ്റിങ് ഒക്കെ ആയിട്ട്. ഇനി നമ്മൾ 4ാമത്തെ ടണലിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ടണൽ നമ്പർ 4 ഹിമാചലിലേക്കുള്ള. ടണൽ നമ്പർ 3നെ അപേക്ഷിച്ച് നീളം കൂടിയ ടണലായിരുന്നു ടണൽ നമ്പർ 4. അങ്ങനെ ഞങ്ങൾ ടണൽ നമ്പർ 4ഉം കടന്ന് മുമ്പോട്ട് യാത്ര തുടരുകയാണ്. ഞങ്ങൾ അംബാലയിൽ നിന്ന് പുറപ്പെട്ട ശേഷമുള്ള 3ാമത്തെ ടോൾ പ്ലാസയിലേക്കാണ് ഇപ്പം നമ്മൾ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ബലോ ടോൾ പ്ലാസ എന്നാണ് ഈ ടോൾ പ്ലാസയുടെ സ്ഥലത്തിൻ്റെ പേര്. 40 മീറ്റർ ലെങ്ത്തുള്ള ടണൽ നമ്പർ 5ലേക്കാണ് ഇനി നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഓരോ ടണലിൻ്റെയും എൻട്രൻസ് ഓരോ രീതിയിൽ ഭംഗിയായിട്ട് ഇവർ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സുന്ദർ നഗർ എന്നുള്ള സ്ഥലത്തിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പേര് പോലെ തന്നെ നല്ല സുന്ദരമായ ഒരു സിറ്റിയാണ് ഈ സുന്ദർ നഗർ എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളിത് മണാലി എത്താറായി. അപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിൽ നിർത്തിയതാണ്, ക്ലാസിക്കോ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നിർത്തിയിട്ട് അവിടെ നോക്കുമ്പോൾ എങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയാലും ഹിമാചലിൽ നല്ല മനോഹരമായ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ, വെറുതെ അല്ല ദേവഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹോട്ടലിൻ്റെ സൈഡിൽ ഒരു ആൽമരത്തിൻ്റെ ചോട്ടിൽ ഒരു ശിവലിംഗവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹനിയും വേദവും കൂടി അത് കാണാൻ വേണ്ടി പോയതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണേ. നല്ല ഭംഗിയുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. റെസ്റ്റോറൻറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് യാത്ര തുടരുകയാണ്. ഇപ്പം നമ്മൾ ഹിമാചലിൽ മണ്ഡി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടിയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി അംബാലയിൽ നിന്ന് വരുന്ന വഴിയൊക്കെ നല്ല റോഡും നല്ല സ്മൂത്തായ ഡ്രൈവുമായിരുന്നു. പക്ഷേ മണ്ഡിയിൽ മാത്രം നിങ്ങൾ കുറച്ച് ട്രാഫിക് എക്സ്പെക്റ്റ് ചെയ്യണം. ബാക്കിയൊക്കെ നല്ല സ്മൂത്ത് ഡ്രൈവായിരുന്നു. റോഡ് ഓൾമോസ്റ്റ് എല്ലാം നല്ല റോഡാണ്. ചില സ്ഥലങ്ങളിൽ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായുള്ളൂ. ബാക്കിയൊക്കെ 4 ലൈൻ ഹൈവേയും 2 ലൈൻ ഹൈവേ ഒക്കെ ആയിരുന്നു. റോഡും നല്ലതായിരുന്നു, കുണ്ടും കുഴിയൊന്നും ഇല്ലാണ്ട്. അത് ബിയാസ് റിവറാണ്. നമുക്ക് ഇവിടെ നിർത്താൻ സ്ഥലമുണ്ടല്ലോ. ഇതൊക്കെ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബിയാസ് റിവറിൻ്റെ സൈഡാണ്. അപ്പോൾ നേരത്തെ ഉണ്ടായ ലാൻഡ് സ്ലൈഡിൻ്റെ ബാക്കിയാണിത് ഈ മണ്ണൊക്കെ അവിടെ കൂടിക്കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് ഹിൽ ഏരിയയിൽ പോകുമ്പോഴും ലാൻഡ് സ്ലൈഡിങ് എക്സ്പെക്റ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബിയാസ് റിവറിൻ്റെ മുകളിൽ ഉള്ള ബിയാസ് റിവറിൽ തന്നെയുള്ള ഒരു കുഞ്ഞ് ഡാമിൻ്റെ മുകളിൽ കൂടെയാണ്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവേണ്ട സമയം ഏതാണ്ട് വൈകിട്ടായി, സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡാമിൻ്റെ ഷട്ടറുകളൊക്കെ നമുക്ക് കറങ്ങി ഈ സൈഡിലെത്തുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ഇത് നമ്മൾ മണാലിയിലേക്കുള്ള 7th ടണലിലേക്ക് എൻ്റർ ചെയ്യാൻ പോകും. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് തിരിച്ച് വരാനുള്ള ടണലാണ്. ഇവിടെ ഉണ്ടായിരുന്ന ടണലുകളിൽ വെച്ച് സാമാന്യം നീളം കൂടിയ ടണലാണിത്. 7ാമത്തെ ടണൽ കഴിഞ്ഞ് ഉടനെ തന്നെയാണ് 8ാമത്തെ ടണൽ വരുന്നത്. ഇത് 8ാമത്തെ ടണലാണ്. ഹിമാലയൻ കുഞ്ഞാ കാണുന്നൊക്കെ ഹിമാലയമാണ്. സ്നോ കാണും. ഇപ്പോൾ സമയം സന്ധ്യയായി. ഇനി മണാലിയിലേക്ക് 40 കിലോമീറ്ററാണുള്ളത്. മണാലിയിൽ ഞങ്ങൾ ഓൾറെഡി ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. മല്ലു സിംഗ് മണാലി എന്ന് പറഞ്ഞിട്ട് ഒരു മലയാളി റൺ ചെയ്യുന്ന ഹോട്ടലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളത് രാത്രി 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിലെത്തി. മല്ലു സിംഗ് എന്നാണ് പേര്. ഹോട്ടൽ റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. ചെക്ക് ഇൻ ചെയ്തിട്ട് അവർക്ക് തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്, മലയാളി ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഞങ്ങളത് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഹോട്ടലിന് തൊട്ടടുത്ത് തന്നെയാണ് അവരുടെ റെസ്റ്റോറൻറ്റ്. അപ്പോൾ നല്ല ചോറും സാമ്പാറും ക്യാബേജ് തോരനും അച്ചാറും ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ അസൽ മലയാളി ഫുഡാണ് അവർ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഹനി മാഡം ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഹനി മാഡം? അത് ചിക്കനാണ്, അതായിട്ട് ചിക്കൻ. പിന്നെ അല്ലാത്ത ചിക്കൻ ഇവിടെ ഇല്ല ഹനി.
വേണമെങ്കിൽ ആ ഓക്കെ ഫൈൻ, എന്താണെങ്കിലും കഴിച്ചാൽ മതി. അങ്ങനെ ഞങ്ങളുടെ മണാലി ട്രിപ്പിലത്തെ ആദ്യത്തെ ദിവസത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായി. ഇനി അടുത്ത ദിവസത്തെ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.